കഴിഞ്ഞ കാലങ്ങളിൽ ഇവരുടെ പിതാമഹന്മാർ ചെയ്തു കൂട്ടിയ വിക്രികൾ, ചെയ്തു കൂട്ടിയ അരുംകൊലകൾ, ചെയ്തു കൂട്ടിയ തീവ്രവാദങ്ങൾ, ഇതൊക്കെയും പുതിയ തലമുറ അറിയുന്നു എന്ന ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഇവരുടെ ഞരമ്പുകൾ തിളച്ച് പൊട്ടി ഒഴുകുകയാണ്. അവർക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു അമർഷത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. മോഹൻലാലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായി. അത് ഇങ്ങനെയാണ്: ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. എന്നെ സ്നേഹിക്കുന്നവർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. ആരാണ് ഈ എന്നെ സ്നേഹിക്കുന്നവർ? പ്രിയപ്പെട്ട ലാലേട്ട, അങ്ങയെ സ്നേഹിക്കുന്ന കേരളത്തിലെ ഒരു വലിയ ഒരു കൂട്ടം സമൂഹമുണ്ട്. അങ്ങയെ ആരാധിക്കുന്ന അങ്ങയുടെ ഫാൻസുകൾ ഒരുപാടുണ്ട്. അങ്ങയുടെ ഫാൻസ് ക്ലബിൽ ഇല്ലാത്ത ഒരുപാട് ആളുകൾ അങ്ങയെ ആരാധിക്കുന്നുണ്ട്. ആ സമയം അങ്ങയുടെ ഒരു സിനിമ ഇറങ്ങി അതൊരു വിഭാഗത്തിനല്ല, അതൊരു പാർട്ടിക്ക് അത്രയധികം രോഷം ഉണ്ടാക്കിയെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ അവർ ചെയ്ത തിന്മകളുടെ ഫലമാണ്. അത് വീണ്ടും പുറത്തേക്ക് വരുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും ഈ സംഭവങ്ങൾ വീണ്ടും സമൂഹത്തിലേക്ക് കൊണ്ടുവരുവാനും യുവതലമുറകളിൽ ഇത് അറിയിക്കുവാനും നിങ്ങൾ എടുത്ത ആ ഒരു എഫർട്ടിനെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിന്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടെയുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 4 പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായി ഞാൻ എന്റെ സിനിമാ ജീവിതം ജീവിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എന്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹപൂർവ്വം, മോഹൻലാൽ.